ബി.ജെ.പി. ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രനെതിരായ വ്യാജ പ്രചാരണത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ബി.ജെ.പി. നേതാവ് യുവരാജ് ഗോകുൽ. തിരുവനന്തപുരം നഗരസഭ ബി.ജെ.പി. പിടിച്ചെടുത്ത അന്നു മുതൽ CPM-ന്റെ പാർട്ടി പത്രമായ ദേശാഭിമാനിയും അതോടൊപ്പം തന്നെ കൈരളിയും ബി.ജെ.പിക്ക് നേരെ വ്യാപകമായ ഒരു വ്യാജ പ്രചാരണങ്ങൾ പടച്ചുവിടുകയാണ്. കാരണം ഒരിക്കലും CPM നേതാക്കൾ വിചാരിച്ചിട്ടുണ്ടാകില്ല, CPM-ലെ പാർട്ടി പത്രങ്ങൾ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല തിരുവനന്തപുരം നഗരസഭ ബി.ജെ.പി. പിടിച്ചെടുക്കുമെന്ന്. അങ്ങനെ ആ ഒരു ഞെട്ടലിൽ അവരെന്തൊക്കെയോ പറഞ്ഞു വിടുന്നു. ബി.ജെ.പിയിൽ 24 മണിക്കൂറും അവരിങ്ങനെ കണ്ണു നട്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു വാർത്ത കിട്ടുമോ, എന്തെങ്കിലുമൊക്കെ വ്യാജ വാർത്തകളൊന്ന് പടച്ചു വിടാനെന്ന് കൈരളി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലിപ്പോൾ അതിനെതിരെ രൂക്ഷമായ ഒരു പ്രതികരണമാണ് യുവരാജ് ഗോകുൽ നടത്തിയിട്ടുള്ളത്. പാർട്ടിയിൽ സുരേന്ദ്രനെ ഒതുക്കാൻ ശ്രമിക്കുന്നുവെന്ന മട്ടിലായിരുന്നു കൈരളിയുടെ പ്രചാരണം. ഇതിന് തക്ക മറുപടിയായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിൽ യുവരാജ് നൽകിയത്. ദേശീയ അധ്യക്ഷനൊപ്പം ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറിക്കൊപ്പവും രാജ്യതലസ്ഥാനത്ത് വേദിയിൽ നിൽക്കുന്ന മനുഷ്യനെ ഒതുക്കാനാണ് ദേശീയ പദവി നൽകിയത് എന്നാണ് കൈരളിയും മറ്റു ചില ഇടത് മാപ്രകളും പറഞ്ഞത്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ചിലവ് കാശ് കേരളത്തിൽ നിന്ന് അയച്ചു കൊടുത്താലാണ് ഡൽഹി CPM ഓഫീസിലെ കറണ്ട് ബില്ല് പോലും അടയ്ക്കാനാവുക. അവരെ സംബന്ധിച്ച് ദേശീയ രാഷ്ട്രീയം എന്നത് പവർ പൊളിറ്റിക്സിൽ നിന്ന് മാറ്റി നിർത്തലാണെന്നും യുവരാജ് ഗോകുൽ പറയുന്നുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ദേശീയ അധ്യക്ഷനൊപ്പവും ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറിക്കൊപ്പവും രാജ്യതലസ്ഥാനത്ത് വേദിയിൽ നിൽക്കുന്ന ആ മനുഷ്യനെ ഒതുക്കാനാണ് ദേശീയ പദവി നൽകിയത് എന്നാണ് കൈരളിയും മറ്റു ചില ഇടത് മാപ്പറുകളും പറഞ്ഞത്. സ്വാഭാവികമായി ബി.ജെ.പിയുടെയൊക്കെ കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായ ഒരാൾക്ക് ഒരു പ്രൊമോഷൻ എന്ന നിലയിൽ ദേശീയ സ്ഥാനം ലഭിക്കുമ്പോൾ അതെങ്ങനെയാണ് ആ ഒരു വ്യക്തിയെ പാർട്ടിയിൽ നിന്നും ഒതുക്കി നിർത്തുക എന്ന് പറയുന്നത് അറിയില്ല. അതെങ്ങനെയാണ്, അതെന്താണ് കൈരളിയുടെ ഒരു ചിന്ത എന്ന് അറിയില്ല എന്നാണ് ബി.ജെ.പിയുടെ നേതാക്കൾ തന്നെ പറഞ്ഞത്. ഒതുക്കി നിർത്തുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നെ പാർട്ടിയിൽ ഒരു പദവിയും കൊടുക്കില്ല. ഒരു സുപ്രധാനമായ ഒരു പദവിയും കൊടുക്കാതെ പുറത്തു നിർത്തിയാൽ ആ വ്യക്തിയെ പാർട്ടിയിൽ നിന്നും ഒതുക്കി നിർത്തുന്നു എന്ന് നമുക്ക് പറയാം. സ്വാഭാവികമായി ഇന്നേ വരെ CPM ചെയ്തു വരുന്ന ഒരു രീതിയുണ്ട്. CPM-നെ കുറ്റം പറയുന്ന, അല്ലെങ്കിൽ പാർട്ടിയിലെ പിണറായിയും ഗോവിന്ദനെയൊക്കെ കുറ്റം പറയുന്ന നേതാക്കളെയൊക്കെ ആ പാർട്ടിയിലെ സ്ഥാനമാനങ്ങൾ പതുക്കെ അവിടെ നിന്ന് പിടിച്ചെടുത്ത് അവരെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ബി.ജെ.പിയിൽ ഇന്ന് വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് യുവരാജ് ഗോകുൽ അടക്കം പറയുന്നത്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ചിലവ് കാശ് കേരളത്തിൽ നിന്ന് അയച്ചു കൊടുത്താലാണ് ഡൽഹിയിലിരിക്കുന്ന CPM-ലെ ചില നേതാക്കന്മാർക്ക് കറണ്ട് ബില്ലും കുറച്ച് കഞ്ഞിയൊക്കെ വലുതും കുടിച്ചു പോകാൻ കഴിയുന്നത്. അവരെ സംബന്ധിച്ച് ദേശീയ രാഷ്ട്രീയം എന്നത് പവർ പൊളിറ്റിക്സിൽ നിന്നും മാറ്റി നിർത്തലാണ്. ബി.ജെ.പിയിൽ നേരെ തിരിച്ചും. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇനി അങ്ങോട്ട് നയിക്കാൻ തിരഞ്ഞെടുത്ത 10-30 പേരെന്ന് പറഞ്ഞാൽ അവർ 10-20 മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ നേതാക്കളാണെന്ന് മനസ്സിലാക്കാനുള്ള വലിപ്പം മാനസികമായി ഉണ്ടാകണമല്ലോ. അതില്ല. ഒരു ദശകം മുമ്പുള്ള ബി.ജെ.പി. അല്ല ഇത്. 20ഓളം മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ അടങ്ങുന്ന ഒരു മഹാപ്രവാഹമാണ്. ഈ കാലഘട്ടത്തിൽ ന്യൂനപക്ഷ പരിഗണനയോ ഒന്നുമില്ലാതെ ഈ പാർട്ടിയെ നയിക്കുന്ന ദേശീയ നേതാക്കളിൽ ഒരാളാകുക എന്നത് അസുലഭമായ ഒരു അവസരവുമാണ്. അതിനെ ഒതുക്ക് എന്നൊക്കെ എഴുതുന്നത് MA ബേബിയുടെയും മുമ്പ് യെച്ചൂരിയുടെയും കാരാട്ടിന്റെയും ഒക്കെ 10 ജൻപത്തിലെ അലക്ക് ജോലിക്ക് ആളെ പറഞ്ഞുവിടുന്ന പരിപാടി കണ്ടാണേൽ വേണ്ട. ഇത് പാർട്ടി ബി.ജെ.പി. ആണെന്നാണ് യുവരാജ് ഗോകുൽ പറയുന്നത്. ആരൊക്കെ പറഞ്ഞാലും ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ 20% വോട്ട് ഷെയറിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിച്ചപ്പോൾ പട നയിച്ച ഒരാൾക്ക് ലഭിച്ച അംഗീകാരമാണ് ദേശീയ നേതൃത്വത്തിൽ ഒരു സ്ഥാനം എന്നാണ് യുവരാജ് ഗോകുൽ പറയുന്നത്. കൂടാതെ ബി.ജെ.പി. തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുത്തതോടെ അന്നു മുതൽ ഈ CPM-ന്റെ പാർട്ടി പത്രങ്ങളായ ദേശാഭിമാനിക്കും അതോടൊപ്പം തന്നെ കൈരളിക്കും തുടങ്ങിയതാണ് ബി.ജെ.പിയെ എങ്ങനെയെങ്കിലും ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു വ്യാജ പ്രചാരണം നടത്തുക എന്നുള്ളത്. ഇപ്പോൾ അത് ഓണാഘോഷം കഴിഞ്ഞപ്പോൾ തന്നെ ഹരിത കർമ്മസേനയും അടക്കം അപമാനിക്കുന്ന ഒരു തരത്തിലേക്ക് വീണ്ടും ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് LDF-ന്റെ കൗൺസിലർ ദീപക് തന്നെ രംഗത്ത് വന്നത് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളെ തന്നെ അക്ഷരാർത്ഥത്തിൽ ഒരു ചിരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു കോമാളി വേഷമായി മാറുന്ന ഒരു തരത്തിലേക്ക് CPM പോവുകയാണ്. കൃത്യമായി തന്നെ മേയർ വി രാജേഷും ആശാനാഥും പറഞ്ഞൊരു കാര്യമാണ്, അത് മേയർ കെയർ പദ്ധതിയിൽ നിന്നും എടുത്ത തുകയാണ്. അതായത് 1 രൂപ പോലും തിരുവനന്തപുരം നഗരസഭയുടെ ഫണ്ടിൽ നിന്നും എടുത്തിട്ടല്ല ഈ കോർപ്പറേഷനിലെ ജീവനക്കാർക്ക് കിറ്റും ഓണക്കോടിയും സമ്മാനമായിട്ട് നൽകിയത്. അത് സ്പോൺസർഷിപ്പ് മുഖേന പല ആളുകളിൽ നിന്നും കിട്ടിയ സ്പോൺസർഷിപ്പ് മുഖേനയാണ് കിട്ടിയത് എന്നതാണ് മേയറും പറഞ്ഞത്. പണ്ടത്തെ കാലഘട്ടത്തിൽ, അതായത് ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ ഉള്ള CPM നേതാക്കൾ, പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരം നഗരസഭ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു സ്പോൺസർഷിപ്പ് കിട്ടുമ്പോൾ ആ പൈസയൊക്കെ ഈ CPM-ലെ കുറെ കൗൺസിലർമാരൊക്കെ വീതം വെച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബി.ജെ.പി. വന്നതോടുകൂടി
കൂടി അങ്ങനത്തെ രീതിയിലുള്ള ഒരു വീതമപ്പോ ഒന്നും അവർക്ക് പോക്കറ്റ് നിറയ്ക്കാനുള്ള ഒരു വഴിയും കിട്ടുന്നില്ല. ആകെ പോക്കറ്റ് നിറയ്ക്കാൻ പറ്റിയിരുന്നത് പാളയം മാർക്കറ്റായിരുന്നു നഗരസഭയുടേത്. അതും ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ രാജേഷ് കയറി അവിടെ നിന്ന് വരവീതോടുകൂടി ആ രീതിയിലുള്ള അവിടെ നിന്നുള്ള ഒരു വരുമാനം കൂടി നിലച്ചു. അപ്പോൾ ആകെ കിട്ടുന്നത് ഈ ഓഡിറ്റോറിയം എന്ന നിലയിൽ, കൗൺസിലർ എന്ന നിലയിൽ 8,000 രൂപ 9,000 രൂപ മാത്രം കിട്ടുന്ന പൈസ മാത്രമേ ഇപ്പോൾ കൗൺസിലർമാരുടെ പോക്കറ്റിലേക്ക് വരുന്നുള്ളൂ. മറ്റുള്ള ഒരു വരുമാനവും പുറത്തുനിന്നുള്ള ഒരു വരുമാനം വരാതിരിക്കുമ്പോൾ അത് ഒരക്ഷരാർത്ഥത്തിൽ പാർട്ടി നേതാക്കന്മാർക്ക് സ്വാഭാവികമായി ഈ CPM-ന്റെ നേതാക്കന്മാരാണല്ലോ ഈ കൈരളിയിലും ദേശാഭിമാനിയിലും ഒക്കെ എഡിറ്ററായിട്ടും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവർക്കിത് വല്ലാത്തൊരു അസഹിഷ്ണുത അല്ലെങ്കിൽ ഒരു ചോർച്ചിലാണ്. അപ്പോൾ അങ്ങനെ അവർ BJP എങ്ങനെയൊക്കെ കരിവാരി തേക്കാം എന്നതിൻ്റെ ഒരു റിസർച്ചാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ജനങ്ങൾ തന്നെ പറയുന്നത്. അത് മാത്രമല്ല സോഷ്യൽ മീഡിയ തന്നെ പറയുന്നത്. ഈ BJPയെ പറ്റി ഇപ്പോൾ CPM എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്ക് ഒരു തിരിച്ചിൽ അല്ലെങ്കിൽ തിരിച്ച് CPM-നെ തന്നെ നാണം കെടുത്തി വിടുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്.